അടുത്ത ഏരിയയാണ് ഡബിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് വായിച്ചു നോക്കാം. ദ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എ മെത്തഡ് ഓഫ് അക്കൗണ്ടിങ് ഇൻ വിച്ച് എവറി ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എഫക്ട് ടു അക്കൗണ്ട്. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് എ ഈക്വൽ ക്രെഡിറ്റ്. It based on duality principle of accounting. This system help maintain accuracy of accounting records. ഇപ്പോൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണിത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മെത്തഡ് ഓഫ് റെക്കോർഡിംഗ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണെന്ത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു കോയിൻ ആകുന്ന നേരം ആ ഒരു കോയിന് ഹെഡും ഉണ്ടാവും, അതേപോലെ ടെയിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ ഡേയും ഉണ്ടാവും, അതേപോലെ നൈറ്റും ഉണ്ടാവും. അപ്പോൾ ഏതൊരു കാര്യത്തിനും രണ്ട് എഫക്റ്റുകളുണ്ടാവും, ഏതൊരു എൻറ്റിറ്റിക്കും രണ്ട് എഫക്റ്റുകളുണ്ടാവും. അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിലും രണ്ട് എഫക്റ്റുകളുണ്ട്, രണ്ട് സൈഡുകളുണ്ട്. ആ രണ്ട് സൈഡുകളാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഓക്കെ, അപ്പോൾ എന്ത് കാര്യത്തിനും ഒരു ഡെബിറ്റും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. എന്ത് കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത്, ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഒരു ഡെബിറ്റും ഉണ്ടായിരിക്കും, അതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. ദ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. ഇതെന്താണ്? ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡാണ്. ഇൻ വിച്ച് എവറി ട്രാൻസാക്ഷൻ എഫക്ട് ടു അക്കൗണ്ട്. ഏതൊരു ട്രാൻസാക്ഷനെയും രണ്ട് അക്കൗണ്ടുകൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് എൻ ഈക്വൽ ക്രെഡിറ്റ്. ഏതൊരു കാര്യം, ഏതൊരു ട്രാൻസാക്ഷൻ ഡെബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ഈക്വലായിട്ട് ക്രെഡിറ്റും ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ബേസ്ഡ് ഓൺ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് സിസ്റ്റം ഹെൽപ്പ് മെയിൻറ്റെയിൻ ആക്യുറസി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ഈ ഒരു സിസ്റ്റം എന്തിനെ സഹായിക്കുന്നുണ്ട്? അക്കൗണ്ടിങ് ഡാറ്റാസ് ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി നോക്കാം. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്റ്റ്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും, രണ്ട് സൈഡുകൾ ഉണ്ടായിരിക്കും. ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആർ റെക്കോർഡഡ്. ആ രണ്ട് ആസ്പെക്റ്റുകളാണ് ഏത് ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറയുന്നത്. ആ രണ്ട് ആസ്പെക്റ്റുകളും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഹെൽപ്പ് ഇൻ പ്രിപ്പയറിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം, എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത്. ഇഫ് ഫർണിച്ചർ വർത്ത് 10,000 ആർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. അതായത് ഒരു 10,000 ഉറുപ്പ്യ കൊടുത്തിട്ട് 10,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് ഫർണിച്ചർ പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നത്. 10,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുന്നേരം അവിടെ ഒരു ട്രാൻസാക്ഷൻസേ നടക്കുന്നുള്ളൂ, ഫർണിച്ചർ വാങ്ങിക്കാന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിലും അക്കൗണ്ടിങ്ങിൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്താണ് രണ്ട് കാര്യങ്ങൾ? അവിടെ ഫർണിച്ചർ വാങ്ങിക്കുന്നേരം ഒരു കാര്യമല്ലേ? അല്ല, ഒരു കാര്യമില്ല, അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് ബിസിനസ്സിന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, ബിസിനസ്സിൻ്റെ കയ്യിലുള്ള 10,000 റുപ്പീസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പൈസ കൊടുത്തിട്ടാണല്ലോ ഫർണിച്ചർ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് അവിടെ നിന്ന് കുറയുന്നുണ്ട്. അതാണ് രണ്ട് ആസ്പെക്റ്റുകളെന്ന് പറയുന്നത്. ഒന്ന് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു അസറ്റ് ബിസിനസ്സിന് കിട്ടുന്നുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റ് ബിസിനസ്സിൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇവിടെ രണ്ട് ആസ്പെക്റ്റുകളുണ്ടല്ലോ. അതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കി നോക്കാം. ഈ ഫർണിച്ചർ വർത്ത് 10,000 ആർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, 10,000 കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങിച്ചാൽ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അസറ്റ് അവിടെ വരുന്ന ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, അവിടെ വരികയാണ് ചെയ്യുന്നത്. അവിടെ അതിനെ ഡെബിറ്റ് ചെയ്യുന്നത് 10,000 റുപ്പീസ് വേർത്തായിട്ടുള്ള ഫർണിച്ചറിന് ഡെബിറ്റ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് അവിടെ നിന്ന് കുറയുന്നുണ്ട്, അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനെ ഇവിടെ നടന്നിട്ടുള്ളൂ, ഫർണിച്ചർ വാങ്ങിക്കുന്നത്. പക്ഷെ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് ബിസിനസ്സിൽ വന്ന് അതിനെ ഡെബിറ്റ് ചെയ്ത്, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അസറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്, അതിനെ ക്രെഡിറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് പറയുന്നവരാണ് ഇത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പറയുന്നവരാണ് ഇത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ എടുത്തോ, ബിസിനസ്സിലുള്ള ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും അവിടെ
രണ്ട് ആസ്പെക്റ്റുകൾ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ആസ്പെക്റ്റാണ് ഡെബിറ്റ്, മറ്റൊരു ആസ്പെക്റ്റാണ് ക്രെഡിറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.